പക്ഷെ ഇതിൻ്റെ വേറൊരു കുഴപ്പം എന്താ അറിയോ, ഭൂട്ടാൻ വാഹനങ്ങൾ എന്ന് പറയണല്ലേ, ഭൂട്ടാൻ വാഹനങ്ങൾ പുറത്തുനിന്ന് സ്മഗിൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഏതൊക്കെയോ RTO ഓഫീസിൽ ക്യാഷ് കൊടുത്ത് അതിന് രജിസ്ട്രേഷൻ കിട്ടും. ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് വന്നിട്ട് ഇപ്പം ഡൽഹിയിലൊക്കെ 15 വർഷം കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പോകും. ഇതേപോലെ കിടന്ന വാഹനങ്ങളുണ്ട് രജിസ്ട്രേഷൻ ഇല്ലാതെ, പല മൂലയെ കിടന്നത്. ഇതൊക്കെ പോയി പിള്ളേരെടുത്തിട്ട് ഇന്ന സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയി ഇന്ത്യ എന്നുള്ള വണ്ടികൾ തന്നെ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിൽ പൈസ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ എങ്ങനെ കാണുള്ളൂ, ആ വണ്ടികളും ഭൂട്ടാൻ വണ്ടികളും ഫേക്കാണ്. ചേട്ടൻ മനസ്സിലായോ? മനസ്സിലായി. അതായത് ഇന്ത്യ തന്നെ വർക്ക് ചെയ്യാതെ കിടന്നതും രജിസ്ട്രേഷൻ ക്യാൻസൽ ആയി പോയ വണ്ടികളും ടെസ്റ്റ് ഒന്നും ചെയ്യാതെ കിടന്ന വണ്ടികൾ ഇപ്പോൾ ഒരു ഭയങ്കര ക്രേസാ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ പഴയ വാഹനങ്ങളോട്. ഇത് എടുത്തിട്ട് പോയി രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ട്. അത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ട് വേറെ സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ട് തിരിച്ചു വരുമോ? ഇവിടെ തന്നെ ചെയ്യും. യെസ്. അതായത് ഇപ്പൊ ഉദാഹരണം, ഡൽഹിയിലെ രജിസ്ട്രേഷൻ ഒരു 15 വർഷം കഴിഞ്ഞാൽ വാലിഡിറ്റി കഴിയും. ഈ കഴിഞ്ഞു പോയത് പല ധനികന്മാരുടെ അടുത്തും കിടക്കുന്നുണ്ട് വാഹനം. അവർക്ക് ഇതിനൊന്നും ലീസ് ബോധരായിട്ടുള്ള പിള്ളേര് പോയി പൈസ ചൂട് വിലക്ക് വണ്ടി വാങ്ങിക്കും. അപ്പൊ അതൊന്നും ഇല്ലീഗലായിട്ട് വന്ന വണ്ടിയല്ല, ഇന്ത്യയിൽ തന്നെ വന്ന വണ്ടികളാണ്. പക്ഷേ ഇപ്പോൾ കുറെ സ്ഥലങ്ങളിൽ രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടുമെന്ന് അറിയുമ്പോൾ ആരെങ്കിലും വഴിയൊക്കെ പോയിട്ട് ഈ പിള്ളേരെ അവിടെ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തപ്പോൾ അതേ സ്ഥലത്ത് തന്നെയാണ് ഭൂട്ടാൻ വണ്ടികളും രജിസ്റ്റർ ചെയ്തേക്കുന്നത്.